കോഴിക്കോട് കൂളിമാവ് എരഞ്ഞിമാവ് റോഡിൽ വിജിലൻസ് ഡിവൈഎസ്പി പരിശോധന നടത്തുന്നു. കഴിഞ്ഞ മാസം ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് ദിവസങ്ങൾക്കകം പൊളിഞ്ഞിരുന്നു. വിജിലൻസ് അന്വേഷണത്തിനിടെ റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ യൂത്ത് കോൺഗ്രസ് ഇന്നലെ പ്രതിഷേധിച്ചു. ബെൻസൺ ബാബു വിവരങ്ങൾ വായിച്ചിരുന്നു. ബെൻസൺ, എന്താണ് ഈ വിജിലൻസ് പരിശോധിക്കുക? അജിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂളിമാട് എരഞ്ഞിമാവ് റോഡിലാണ് വിജിലൻസ് ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ലഭിച്ച പരാതിയുടെ വെരിഫിക്കേഷന്റെ ഭാഗമായാണ് സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവർ റോഡിലെ ടാറിന്റെ തിക്നെസ് അടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട്. പലയിടങ്ങളിലും 8 സെന്റിമീറ്റർ തിക്നെസ് വേണ്ട സാഹചര്യത്തിൽ പലയിടങ്ങളിലും 6 സെന്റിമീറ്ററിലും അതിലും താഴെയാണ് തിക്നെസ് ഉള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് വിജിലൻസ് ഡിവൈഎസ്പി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസം ഡിസംബറിലായിരുന്നു ഈ റോഡ് റീടാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 6 കിലോമീറ്റർ ദൂരം 6 കോടി രൂപ ചിലവഴിച്ചിട്ടാണ് റീടാറിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതും എസ്റ്റിമേറ്റ് തുകയേക്കാൾ 1 കോടി രൂപ അധികം ചിലവഴിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു റീടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ റീടാറിംഗ് പൂർത്തീകരിച്ച ഏകദേശം 14 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റോഡിന്റെ ഏകദേശം 6-ലധികം ഇടങ്ങളിൽ റോഡിന്റെ ടാർ ഇളകി മാറി അത്തരത്തിൽ റോഡ് പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നുവരികയും വിമർശനങ്ങൾ ഉയർന്നുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി റോഡിൽ നിന്നും സാമ്പിൾ അടക്കമുള്ളവ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ റോഡ് പൊളിഞ്ഞതിന്റെ പല ഭാഗങ്ങളിലും റീടാറിംഗ് നടത്താൻ കരാറുകാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റീടാറിംഗ് ഈ 1 മാസത്തിനുള്ളിൽ നടത്തിയ റീടാറിംഗ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞതിന്റെ ഭാഗമായി അതിൽ ഉയർന്നു വന്നിട്ടുള്ള പരാതിയുടെ പരിശോധനയുടെ ഭാഗമായാണ് റോഡിന് തിക്നെസ്സും മറ്റുമാണ് ഇപ്പോൾ വിജിലൻസ് സംഘം പരിശോധിക്കുന്നത്. ഇപ്പോൾ